പത്തരമാറ്റിൽ നമ്മൾ പ്രേക്ഷകരെല്ലാവരും തന്നെ കാത്തിരിക്കുന്ന വളരെ അടിപൊളി ത്രില്ലിംഗ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ദേവയാനി അനന്തപുരിയിലേക്ക് തിരിച്ചെത്തുകയാണ് കേട്ടോ. കുറേ കാലത്തെ ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം അസുഖമൊക്കെ മാറി പൂർണ്ണ ആരോഗ്യവതിയായിട്ട് തന്നെയാണ് അനന്തപുരിയിലേക്ക് തിരിച്ചെത്തുന്നത്. നയനയും അസുഖമൊക്കെ മാറി റെസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം നന്ദാവനത്തിൽ നിന്നും അനന്തപുരിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ദേവയാനി വീണ്ടും നയനയെ പല രീതിയിലും ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ നയനയെ ആട്ടി ഇറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ദേവയാനി. ആ സമയത്ത് ജയൻ സഹിക്കെട്ടിട്ട് ദേവയാനിയുടെ കരണക്കുറ്റി നോക്കി പൊട്ടിക്കുന്ന നല്ലൊരു കിഡിലൻ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അങ്ങനെ ദേവയാനി അനന്തപുരിയിൽ എത്തുമ്പോഴേക്കും ഓടിക്കൂടുകയാണ് കേട്ടോ അനാമികയും രേവതിയും ജലജയും ജാനകിയും ഒക്കെ കൂടി. ഉടനെ തന്നെ രേവതി പറയാണ്, ഹോ ദേവേട്ടത്തി വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ. ദേവേട്ടത്തിയുടെ ജീവന് വേണ്ടിയിട്ട് ഇവിടെ അനാമിക മോളെ എന്തുമാത്രം പ്രാർത്ഥിച്ചു എന്നറിയാമോ? അപ്പോൾ അനാമികയും പറയാണ്, ശരിയാ വല്യമ്മേ, വല്യമ്മയെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ഭക്ഷണം പോലും നേരാവണ്ണം കഴിക്കാറില്ല. ഏതു നേരവും പ്രാർത്ഥനയും വഴിപാടും ഒക്കെ ആയിട്ട് നടക്കുകയായിരുന്നു. എൻ്റെ വല്യമ്മയുടെ ആയുസ്സിന് ഒന്നും പറ്റരുത് എന്ന് പ്രാർത്ഥിച്ച് നടക്കുകയായിരുന്നു. എൻ്റെ വല്യമ്മക്ക് വേണ്ടി ഞാൻ ബ്ലഡും ലിവറും ഒക്കെ തരാൻ തയ്യാറായിരുന്നു. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് അവരൊക്കെ പറഞ്ഞു. അതൊന്നും തരാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട് വല്യമ്മേ. എന്നാലും എൻ്റെ വല്യമ്മക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ. അപ്പോൾ ഉടനെ തന്നെ ദേവയാനി പറയാണ്, അതെനിക്ക് അറിഞ്ഞൂടെ അനാമിക മോളെ, നീ അങ്ങനെ ചിന്തിക്കുള്ളൂ. മോൾക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനേ പറ്റുള്ളൂ. മോളുടെ മനസ്സിൽ നന്മയുണ്ട്, അതുകൊണ്ട് മോൾ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ എന്ന് വല്യമ്മക്കറിയാം. എന്നാൽ വേറെ ചിലരുണ്ടല്ലോ, എൻ്റെ മരുമകൾ എന്ന് പറഞ്ഞു നടക്കുന്നവൾ, അവൾ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ ഉടനെ തന്നെ രേവതി പറയാണ്, അതെ അവൾ ഇവിടെ ഇല്ല എന്ന് പറയാണ്. അപ്പോൾ അതേസമയം ജലജ പറയാണ്, അതെ അവൾ ഇവിടെ ഇല്ല, അവൾ അവളുടെ വീട്ടിൽ സുഖവാസത്തിന് പോയേക്കല്ലേ. ഇവിടെ വന്നാൽ ഏട്ടത്തിയുടെ കാര്യങ്ങൾ നോക്കേണ്ടി വന്നാലോ, അതുകൊണ്ടാവും അവൾ അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. പക്ഷേ ഇവർക്കാർക്കും അറിയില്ലല്ലോ നയനിയുടെ ലിവറാണ് ദേവയാനിക്ക് മാറ്റി വെച്ചിട്ടുള്ളത് എന്ന്. നയനിയുടെ കാരുണ്യം കൊണ്ടാണ് ദേവയാനി ഇപ്പോൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതെന്ന് ഇവർക്ക് ആർക്കും അറിയില്ലല്ലോ. ജലജ വീണ്ടും പറയുന്നുണ്ട്, അവളെ ഉറപ്പാ കണ്ടിരുന്നെങ്കിൽ ഏട്ടത്തിയുടെ പ്രഷർ കൂടിയേനെ. അവളുടെ വീട്ടിൽ പോയിരിക്കുക സുഖിക്കാൻ. അപ്പോഴേക്കും ദേവയാനി പറയാണ്, അവൾ എവിടെയെങ്കിലും പോട്ടെ, സുഖിക്കുകയോ സുഖിക്കാതിരിക്കുകയോ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, എൻ്റെ കൺമുന്നിൽ വരാതിരുന്നാൽ മാത്രം മതി. അവളെ കാണുന്നത് തന്നെ എനിക്ക് ദേഷ്യ. എന്തായാലും അവളില്ലാത്തത് തന്നെ വലിയൊരു സമാധാനം എന്നൊക്കെ ദേവയാനി പറയുമ്പോൾ ഉടനെ തന്നെ രേവതി പറയാണ്, നേരാണ്, അവളില്ലാത്തത് സമാധാനം തന്നെയാണ്. അവളും അവളുടെ ചേച്ചിയും കൂടിയല്ലേ ഈ പണിയെല്ലാം ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്. പാലിൽ വിഷം ചേർത്തതും പായസത്തിൽ വിഷം ചേർത്തതും. ഹോ, അന്ന് ആ പായസത്തിൽ വിഷം ചേർത്ത് തന്നിട്ട് ഞങ്ങളോടൊരു ഓട്ടം, ഒന്നും പറയണ്ട. അപ്പോൾ ജാനകി പറയാണ്, ഏട്ടത്തി അകത്തേക്ക് വന്ന ക്ഷീണമല്ലേ, ഏട്ടത്തി വന്ന് കിടന്നോളൂ എന്ന് പറയാണ്ട ജാനകി. അപ്പോൾ അനാമിക പറയാണ്, വല്യമ്മ അവളില്ലാന്നൊന്നും വിചാരിക്കണ്ട, ഞാനുണ്ട് ഇവിടെ വല്യമ്മയുടെ ഏത് കാര്യത്തിനും. വല്യമ്മക്ക് എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാൻ ഞാൻ ഇവിടെയുണ്ട് എന്ന് പറയുമ്പോൾ അതെനിക്കറിയാം അനാമിക മോളെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്ട് ദേവയാനി. അപ്പോഴേക്കും മുത്തശ്ശിയും കൂടെ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ മുത്തശ്ശൻ പറയാണ്, എന്താ ദേവയാനി, നീ മരണത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് തിരിച്ചു വന്നതല്ലേ ഉള്ളൂ, വന്നയുടനെ തന്നെ എന്തിനാ ഈ കുശുമ്പ് പറയുന്നത്? അപ്പോൾ അത് കേൾക്കുന്നതും ദേവയാനി പറയാണ്, അത് അല്ലെങ്കിലും അച്ഛനും അമ്മയും ഒക്കെ അവളെ സപ്പോർട്ട് ചെയ്തല്ലേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. അപ്പോൾ മുത്തശ്ശി പറയാം, ദേവയാനി നീ ഇപ്പോഴും ഈ അവസ്ഥയിലും ഇങ്ങനെയൊന്നും പറയാതെ നീ വന്ന് കയറിയ ഉടനെ തന്നെ ഇവറ്റങ്ങളുടെ കൂടെ കൂടി നിന്റെ മരുമകളുടെ കുശുമ്പ് പറയാതെ അകത്ത് കയറി വിശ്രമിക്കാൻ നോക്കുമെന്ന് പറയാൻ കേട്ടോ മുത്തശ്ശി. അപ്പോൾ ദേവയാനി മറുത്തൊന്നും പറയാതെ അകത്തേ കയറി പോവാൻ കേട്ടോ. അതിനുശേഷം നമ്മുടെ രേവതിയും അനാമികയും കൂടി പറയുന്നുണ്ട്, നമുക്കിതൊരു അവസരമാക്കി മാറ്റണമേ. എന്താന്ന് വെച്ചാൽ ആ ദേവയാനി എന്ന് പറയുന്നവരെ എരിവ് കയറ്റിയിട്ട് ആ നയനിയെയും അവളുടെ ചേച്ചിയെയും ഇവിടുന്ന് പുറത്താക്കണം. വന്നു കഴിഞ്ഞാലുടനെ അങ്ങനെ ചെയ്യാം എന്ന് വല്യമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവളുമാർ രണ്ടിനെയും പുറത്താക്കിയാൽ പിന്നെ ഈ അനന്തപുരി സാമ്രാജ്യം ഈ അനാമികയുടെ കൈവെള്ളയിൽ ഇരിക്കും. അപ്പോൾ അത് കേട്ട് രേവതിയും പറയാണ്, ശരിയാ മോളെ, കിട്ടിയ അവസരം നമ്മൾ നന്നായിട്ട് മുതലെടുക്കണം. ദേവയാനിയെ ഒന്ന് മൂപ്പിച്ചു കൊടുത്താൽ മാത്രം മതി, സംഗതി എളുപ്പമാകും. നമ്മൾ വിചാരിക്കുന്ന പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും എന്നൊക്കെ പറയാൻ കേട്ടോ രേവതിയും. അങ്ങനെ ദിവസങ്ങളൊക്കെ മുന്നോട്ട് പോയി. അനാമിക ദേവയാനിയുടെ കൂടെ തന്നെയുണ്ട് കേട്ടോ, ദേവയാനിയെ എരിപിരി കയറ്റിക്കൊണ്ട്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മുടെ നയന അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ അനന്തപുരി വീട്ടിലേക്ക്. നയന ആദ്യം തന്നെ ദേവയാനിയുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഡോക്ടർ എന്ത് പറഞ്ഞു, എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റുമോ അമ്മക്ക്, ഡോക്ടർ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ബെഡിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ് ദേവയാനി. എന്നിട്ട് പറയാണ്, നാശം, നീ വീണ്ടും വന്നോ, നീ എവിടെയോ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു, നീ പോയിടത്തെങ്ങാനും പോയി ചത്തൂടായിരുന്നോ,
നീ എന്തിനാ ഇങ്ങോട്ട് തന്നെ വന്നത്? നീ എൻ്റെ കൺമുന്നിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഞാൻ ചത്താലെന്താ, ജീവിച്ചാലെന്താ? നീ എന്തിനാടി ഇങ്ങോട്ടേക്ക് വന്നത്? വിഷമാണോ അതോ ഇനി വേറെന്തെങ്കിലും തരാനാണോ നീ വന്നത്? അതോ കഴുത്ത് മുറിച്ച് കൊല്ലാനാണോ? അങ്ങനെ വല്ലതുമാണെങ്കിൽ പെട്ടെന്നങ്ങ് ചെയ്തേക്കണം. ഇതുപോലെ കൊല്ലാതെ കൊല്ലരുത് നീ എന്ന് പറയുമ്പോൾ നയന പറയാണ്, അമ്മ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. ഞാൻ അമ്മക്ക് ദോഷം വരുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. ഞാനല്ല അങ്ങനെയൊക്കെ ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ, ഹോ എൻ്റെ പൊന്നെ, നീ തന്നെ പറയണം നീയല്ല അത് ചെയ്തത് എന്ന്. നീ അല്ലാതെ പിന്നെ ആരടി ഇങ്ങനെയൊക്കെ ചെയ്യാൻ? നീ ആണെങ്കിലും അല്ലെങ്കിലും ഒന്നും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ കൺമുന്നിൽ നിന്ന് ഒന്ന് ഇറങ്ങിപ്പോകാവോ? ഈ മുറിയിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ നീ? അപ്പോൾ നയന പിന്നെ ഒന്നും മിണ്ടാതെ വിഷമിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. നയന ഒന്നും മിണ്ടാതെ റൂമിൽ ചെന്ന് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് വന്നിട്ട്, എന്ത് പറ്റി നയനെ? നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റി? നീ അമ്മയെ കണ്ടോന്ന് ചോദിക്കുമ്പോൾ, കണ്ടു ആദർശേട്ടാ, അമ്മയ്ക്ക് എന്നെ കാണുന്നത് പോലും ഇഷ്ടമല്ല. അമ്മ എന്നെ കുറ്റപ്പെടുത്തുകയാണ് ഇപ്പോഴും. സാരമില്ല, അമ്മ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ അമ്മയുടെ ആരോഗ്യത്തിന് കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. അക്കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് പറയുമ്പോൾ ആദർശ് പറയാണ്, നീ കുറച്ചുകൂടി ക്ഷമിക്ക്. എല്ലാ കാര്യങ്ങളും നമുക്ക് അമ്മയെ അറിയിക്കാം. അല്ലെങ്കിലും അമ്മ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയും. അമ്മ നിന്നെ മനസ്സിലാക്കും. നിന്നെ സ്നേഹിക്കുന്ന ഒരു കാലം വരും. നിന്നെ സ്വന്തം മകളെപ്പോലെ എൻ്റെ അമ്മ നിന്നെ സ്നേഹിക്കും എന്നൊക്കെ പറയാൻ കേട്ടോ ആദർശ്. അതിനുശേഷം ആദർശ് മുത്തശ്ശൻ്റെ അടുത്ത് ചെന്നിട്ട് ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, എനിക്കറിയാം നയന മോൾ ചെയ്തു തന്ന ഉപകാരങ്ങളൊക്കെ എനിക്കറിയാം. അത് നീ പറയേണ്ട കാര്യമൊന്നും ഇല്ല മോനെ. പക്ഷേ ദേവയാനി അത് മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കുന്ന ഒരു സമയം വരുമായിരിക്കും. ഇപ്പോൾ അവളുടെ കണ്ണ് മുഴുവൻ ഇരുട്ടാ. അതെന്തായാലും മാറും. അതുപോലുള്ള നന്മ നയനമോൾക്കുണ്ട് എന്നെല്ലാം മുത്തശ്ശൻ ആദർശനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം രേവതിയും അനാമികയും ചേർന്ന് ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അനാമിക പറയാണ്, വല്യമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചോ? അവൾ വീണ്ടും വന്നിട്ടുണ്ട്. ഇനി ആരെയൊക്കെ കൊല്ലാനാണാവോ വന്നിരിക്കുന്നത്? എന്തായാലും വല്യമ്മ ഒരു തീരുമാനം എടുക്കണം. ഇനി അവളെയും അവളുടെ ചേച്ചിയെയും ഈ വീട്ടിൽ നിർത്തരുത്. അവളുമാരിവിടെ നിന്നാൽ ഇവിടുന്ന് സ്വസ്ഥമായിട്ട് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ വല്യമ്മയെ കൊല്ലാൻ നോക്കി, ഇനി അടുത്തത് ആരെയാണാവോ കൊല്ലാൻ നോക്കുന്നത്? അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന ദേവയാനി പറയാണ്, ശരിയാ, അത് ഞാനും തീരുമാനിച്ച കാര്യമാണ്. പക്ഷേ അച്ഛനും അമ്മയും ഇവിടെയുള്ള ആണുങ്ങളും അവൾക്കല്ലേ സപ്പോർട്ട് എന്ന് പറയാണ്. അപ്പോൾ രേവതി പറയാണ്, എന്ത് ചെയ്തിട്ടാണോ ആവോ അവൾ ഇവിടെയുള്ള ആണുങ്ങളെയൊക്കെ മയക്കി വെച്ചിരിക്കുന്നത്? ഹോ, ഭയങ്കരം തന്നെ. അപ്പോൾ അനാമികയും പറയാ, അത് ശരിയാ, എല്ലാവരും അവൾക്കാ സപ്പോർട്ട്. പക്ഷേ വല്യമ്മ സ്ട്രോങ് ആയിട്ട് നിന്നാൽ മതി. അവളെ നമുക്ക് ഇവിടെ നിന്നും ഇറക്കി വിടണം എന്നിങ്ങനെ പറയാൻ കേട്ടോ അനാമികയും. പിന്നീട് എല്ലാവരും കൂടി ഹാളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നയന എല്ലാവർക്കുമുള്ള ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട്. മുത്തശ്ശനും മുത്തശ്ശിയും ദേവയാനിയും ജാനകിയും ജയനും എല്ലാവരും ഉണ്ട് കേട്ടോ ഹാളിൽ. ആ സമയം നയന അവർക്കുള്ള ചായയുമായിട്ട് വരുമ്പോഴേക്കും ദേവയാൻ ചോദിക്കുകയാണ്, എന്താടി ഇത്? വിഷം കലക്കിയ ചായയാണോ അതോ പാലാണോ? അപ്പോൾ നയന ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. എനിക്ക് നിൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ പാലും വേണ്ട ചായയും വേണ്ട, കുടിച്ചതൊക്കെ മതിയായി എന്ന് പറയാണ്. അപ്പോൾ അനാമികയും അവിടെ നിന്ന് പറയുന്നുണ്ട്, വീണ്ടും ആരെ കൊല്ലാനാടി കൊണ്ടുവരുന്നത്? അപ്പോൾ അത് കേൾക്കുന്ന മുത്തശ്ശനാണെങ്കിൽ അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അനാമിക എടി പോടി എന്നുള്ള വിളിയൊന്നും നയനയോട് വേണ്ട. നിന്റെ ഏട്ടത്തിയാണ് നയന, നിന്നേക്കാൾ പ്രായത്തിന് മൂത്തതാണ്. അതുകൊണ്ട് ബഹുമാനത്തോടെ മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഉടനെ അനാമിക പറയാണ്, എന്തിനാ ബഹുമാനിച്ച് സംസാരിക്കുന്നത്? അതുപോലെ ഓരോന്നല്ലേ ചെയ്തു കൂട്ടി വച്ചിരിക്കുന്നത്. ഇവളുമാരെയൊന്നും ബഹുമാനിക്കേണ്ട ഒരാവശ്യവും ഇല്ല മുത്തശ്ശ. അപ്പോഴേക്കും ദേവയാനി പറയാണ്, ശരിയാ, ഇവളെ ബഹുമാനിക്കാനോ? ഇവൾ ഈ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കില്ല. ഇവളും ഇവളുടെ ചേച്ചിയും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഇതാണ് എൻ്റെ ആവശ്യം. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, അങ്ങനെ പറയാൻ ദേവയാനി നീ ആരാ? നീ ഇവിടുത്തെ ആരാ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെ പറയാൻ ഞാൻ ആരാണെങ്കിലും എൻ്റെ ജീവനിൽ എനിക്ക് പേടിയുണ്ട്. അതുകൊണ്ട് നയനിയും അവളുടെ ചേച്ചി നവ്യയും ഈ അനന്തപുരിയിൽ ഉണ്ടാവാൻ പാടില്ല. അവരുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോട്ടെ എന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട്, ദേവയാനി നീ കാര്യങ്ങൾ അറിയാതെയാണ് സംസാരിക്കുന്നത്. നീ ഇപ്പോൾ ഈ പറയുന്നതിന് നീ വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ ദേവയാനി പറയാണ്, ഹോ, എന്ത് വില കൊടുക്കണമെന്നാ ഇവളെ ഇവിടുന്ന് ഇറക്കി വിടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ പിശാജ് ഇനി ഈ വീട്ടിലുണ്ടാവാൻ പാടില്ല. ഇതെല്ലാം കേൾക്കുന്നതും ജയന് ദേഷ്യം ഇരട്ടിച്ച് കയറുന്നുണ്ട് കേട്ടോ. ദേവയാനി നീ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിക്കണം. നയന മോളെ നിനക്ക് ഉപകാരങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അവൾ ചെയ്ത വലിയ കാര്യങ്ങളൊക്കെ നീ അറിയുമ്പോൾ നീ ഇതൊക്കെ തിരുത്തി പറയേണ്ടി വരും. നീ ദൈവത്തിൻ്റെ മുമ്പിൽ എത്ര മാപ്പ് പറഞ്ഞാലും അതൊന്നും ഒരു പരിഹാരമാവില്ല. ഉടനെ തന്നെ ദേവയാനി പറയാണ്, പിന്നെ നിങ്ങളെയൊക്കെ ഇവൾ മയക്കിയിട്ടേക്കല്ലേ, അതുകൊണ്ടല്ലേ നിങ്ങൾക്കൊക്കെ ഇവളോട് ഇത്രയും സ്നേഹം എന്ന് പറയുമ്പോഴേക്കും ജയൻ ആങ്ങി ദേവയാനിയുടെ കരണക്കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ.
എന്നിട്ട് പറയുന്നുണ്ട്, ദേവയാനി നീ ഇങ്ങനെയുള്ള മോശം വാക്കുകൾ നീ ഉപയോഗിക്കരുത്, അതും നയനമോളെ കുറിച്ച്. നയന ചെയ്ത ഉപകാരം എന്താണ് എന്നുള്ളത് എന്നെങ്കിലും നീ മനസ്സിലാക്കും. നീ അവളെ മനസ്സിലാക്കുന്ന ഒരു സമയം വരും. ഈ വീട്ടിൽ നിന്ന് നയനമോളെയും നവ്യമോളെയും ഇറക്കി വിടാനായിട്ട് ആര് വിചാരിച്ചാലും നടക്കില്ല. ഇനിയിപ്പോൾ അവരിവിടെ ജീവിക്കുന്നത് കൊണ്ട് മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ദേവയാനിക്കോ അനാമികക്കോ ആർക്കാണെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം എന്ന് പറയുന്നുണ്ട് കേട്ടോ ജയൻ. അപ്പോൾ ഇത് കേട്ട് ഒന്നും മിണ്ടാതെ ഷോക്കേറ്റ പോലെ നിൽക്കുകയാണ് കേട്ടോ ദേവയാനിയും അനാമികയും രേവതിയും ഒക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല അടിപൊളി കിടുക്കൻ എപ്പിസോഡുകളൊക്കെയാണ് കേട്ടോ ഇനി പത്തരമാറ്റ് സീരിയലിൽ വരാനിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. താങ്ക് യു.